അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് PHP റൺ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ആദ്യമായി ഗൂഗിളിൽ എക്സാം എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സൈറ്റിൻ്റെ ലിങ്ക് കാണാം, Apache friends.org. അതിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒന്ന് എക്സാം ഫോർ വിൻഡോസ്, എക്സാം ഫോർ ലിനക്സ്, എക്സാം ഫോർ OS X. അത് മാക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ എക്സാം എന്ന് പറയുന്നത് Apache പ്ലസ് MariaDB പ്ലസ് PHP പ്ലസ് Perl. ഇതിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് Apache MariaDB PHP കോമ്പിനേഷനാണ്. MariaDB തന്നെയാണ് നേരത്തെ MySQL ഡാറ്റാബേസ് എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 3 സർവീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. ഇതിൽ Apache എന്ന് പറയുന്നതാണ് സെർവറാണ് ഓരോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കേട്ടതുപോലെ റിക്വസ്റ്റുകളെ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ആപ്ലിക്കേഷന് വേണ്ട ലോജിക് കോഡുകളൊക്കെ എഴുതുന്നത് PHP ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. PHP സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ജാവ ഒന്നും പോലെയല്ല. ജാവയിലൊക്കെ ഉള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ നമ്മൾ കമ്പൈൽ ചെയ്തിട്ടാണ് റൺ ചെയ്യുന്നത്. PHPക്ക് കമ്പൈലിംഗ് ഒന്നുമില്ല. അതുപോലെ പ്ലസ് ഡാറ്റാബേസ് എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റയെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഫുൾ ബണ്ടിലായിട്ടാണ് ഈ എക്സാം വരുന്നത്. നമ്മൾ അല്ലാതെ PHP ഒക്കെ നമുക്ക് മാനുവലി സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ബട്ട് അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ളത് ഡൗൺലോഡ് ചെയ്യുക. PHP നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് വേർഷൻ 7.22 ആണ്. റീസെൻ്റ്ലി ആണ് PHP 5 നിന്ന് 7 അപ്ഗ്രേഡ് ആയത്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ സിസ്റ്റം മാക് ആയതുകൊണ്ട് അതിൽ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾഡ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എക്സാമ്പിന്. അതിൽ മാനേജ് സെർവേഴ്സ് എന്ന് പറയുന്ന ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 സർവീസസ് കാണാൻ കഴിയും. അതിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് MySQL ഡാറ്റാബേസും Apache വെബ് സെർവറുമാണ്. ഈ ഗ്രീൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് റണ്ണിങ് ആണ്. നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഫുള്ളി സ്റ്റോപ്പായ സാധനമാണെങ്കിൽ അത് റെഡായിട്ടായിരിക്കും അവിടെ കാണിക്കുന്നത്. നമ്മൾ ഇത് സർവീസസ് ഇത് രണ്ടും റണ്ണായാൽ മാത്രമേ നമ്മൾക്ക് കോഡ് എഴുതി നമുക്കത് റൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ടാബിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആപ്ലിക്കേഷൻ ഫോൾഡർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സാമ്പിൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫോൾഡറിലേക്ക് പോകുന്നതായിരിക്കും. ഇതിൽ കൂടുതലും ഇതിൻ്റെ ആപ്ലിക്കേഷന് റൺ ചെയ്യാൻ ആവശ്യമുള്ള കുറേ സംഭവങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയും. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡയറക്ടറി എന്ന് പറയുന്നത് htdocs ആണ്. ഈ ഫോൾഡർ തന്നു കഴിഞ്ഞാൽ ഇതിനകത്തായിരിക്കും നമ്മൾ എഴുതുന്ന PHP കോഡുകളൊക്കെ സേവ് ചെയ്ത് റൺ ചെയ്യും.